ബാർക്കോഴ പാർട്ട് 2 എന്ന പേരിൽ വി.ഡി. സതീശൻ എറണാകുളത്തും കെ. സുധാകരൻ തിരുവനന്തപുരത്തെ ഒരു ബാർ ഹോട്ടലിലും ഇരുന്ന് ലോഞ്ച് ചെയ്ത പുതിയ സംഭവം ഇതാ കാറ്റൂരിവിട്ട ബലൂൺ പോലെയായിപ്പോയി. ആദ്യം സുധാകരനും സതീശനും തമ്മിൽ ഒരു ധാരണയിലെത്തണം. ഒരു ബാർ മുതലാളിയുടെ ശബ്ദ സന്ദേശം വന്നിട്ടുണ്ടെന്ന് കേട്ടപാടെ കാളപെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുത്ത പോലെ ചാടി പുറപ്പെട്ടതാണ് ഇരുവരും. സുധാകരൻ ഉടനടി പ്രഖ്യാപിച്ചു നടന്നത് 25 കോടിയുടെ അഴിമതി, എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന്. വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു നടന്നത് 20 കോടിയുടെ അഴിമതിയെന്ന്. അപ്പോൾ ഇരുവരും തമ്മിലൊന്ന് കണക്കുകൾ പരിശോധിക്കണം. സുധാകരൻ പറഞ്ഞതിലെ ആ 5 കോടി എവിടെ പോയെന്ന്. എന്നിട്ട് പോരെ എക്സൈസ് മന്ത്രി രാജിവെക്കണോ വേണ്ടയോ എന്നൊക്കെ പറയാൻ. പിന്നെ ബാർ ഉടമകൾ പിരിവ് നടത്തിയത് സർക്കാരിന് കോഴ കൊടുക്കാനാണെന്ന് ആരാണ് പറഞ്ഞത്? കേരള ഹോട്ടൽസ് അസോസിയേഷൻ തന്നെ പറയുന്നു അവരുടെ ആസ്ഥാന കെട്ടിടം വാങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്ത പിരിവാണെന്ന്. അതിനിടയിൽ തൊടുപുഴയിലെ മദ്യമുതലാളി ഉണ്ടാക്കിവെച്ച അനാവശ്യ പ്രചരണമെന്ന്. അങ്ങനെ മദ്യനയത്തിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് കോഴ നൽകാൻ പിരിവെടുത്തെന്ന ആരോപണം കേരള ഹോട്ടൽസ് അസോസിയേഷൻ തള്ളി. സംഘടനാ നേതാവ് അനിമോൻ കോഴ നൽകാൻ നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അംഗങ്ങളോട് പണം ആവശ്യപ്പെട്ടത് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയാണെന്നും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി. സുനിൽകുമാർ വ്യക്തമാക്കി. സംഘടനയെ പിളർത്താൻ ശ്രമം നടത്തിയതിന് അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം സംഘടന തീരുമാനമെടുത്തിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വി. സുനിൽകുമാർ പറയുന്നത് ഇങ്ങനെ: 650 അംഗങ്ങളാണ് സംഘടനയിലുള്ളത്. സംഘടനയ്ക്കായി തിരുവനന്തപുരത്ത് ഒരു കെട്ടിടം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. കെട്ടിടം വാങ്ങുന്നത് സംബന്ധിച്ച് 2 തവണ തീരുമാനമെടുത്തിട്ടും എതിർപ്പ് കാരണം നടപ്പാക്കാനായില്ല. 3-ാം തവണ ശക്തമായി തന്നെ തീരുമാനം നടപ്പാക്കാൻ തീരുമാനിച്ചു. 5.60 കോടി രൂപയാണ് അമേരിക്കൻ മലയാളിയായ കെട്ടിട ഉടമസ്ഥന് നൽകേണ്ടത്. രജിസ്ട്രേഷൻ ചെലവുകൾക്കായി 60 ലക്ഷം രൂപയും വേണം. എന്നാൽ ഇതുവരെ 450 അംഗങ്ങളിൽ നിന്നായി 4.5 കോടിയോളം രൂപ മാത്രമാണ് ശേഖരിക്കാൻ കഴിഞ്ഞത്. അക്കൗണ്ട് മുഖേനയാണ് ഇടപാടുകളെല്ലാം. കെട്ടിടം വാങ്ങാനുള്ള ബാക്കി തുക മെയ് 30-നുള്ളിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ 2.5 ലക്ഷം രൂപ വീതം സംസ്ഥാന സമിതിക്ക് വായ്പയായി തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ വായ്പ ആവശ്യപ്പെട്ടതിനോട് അനിമോൻ ഉൾപ്പെടെയുള്ള ചിലർ വീണ്ടും എതിർപ്പ് പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അനിമോന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇതിനെ കമ്മിറ്റി വിമർശിക്കുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ വ്യക്തമായി കാണുമല്ലോ അല്ലേ, അനിമോൻ എന്ന ബാർ ഉടമ സംഘടനാ നേതാവ് പരത്തിയ ശബ്ദ സന്ദേശമാണോ അതോ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണോ എന്ന്. അതിൽ സർക്കാരിന് ഒരു റോളുമില്ല എന്ന് പ്രതിപക്ഷമെങ്കിലും ഓർക്കാനുള്ള ബുദ്ധി കാട്ടണം. വ്യാജ ആരോപണം കൊണ്ടുവന്ന് സംഭവം അന്വേഷിപ്പിക്കണമെന്ന മന്ത്രി DGPയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് LDF സർക്കാർ. വെറുമൊരു വ്യാജ ആരോപണമാണെങ്കിലും അതിന്റെ സത്യാവസ്ഥ അറിയാൻ മണിക്കൂറുകൾക്കകം പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു.